ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ എണീച്ചില്ല, ഉച്ചക്കണിച്ചിട്ട് അമ്മ ചോറെല്ലാം ഉണ്ടാക്കി വെച്ച് ആ ചോറെല്ലാം തിന്ന് അതിനുശേഷം നല്ല മഴ പെയ്തു. ഹലോ ഗൈസ്, എൻ്റെ മഴ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എപ്പോഴും മഴ വരുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ മഴ കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ ഇവിടെ അതിശക്തമായ മഴയാണ് ഗൈസ്. അപ്പോൾ മഴയിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മഴയിൽ കളിച്ചാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേലെ കൂട്ടറെല്ലാം എന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. നന്ദു, ശിവു, മിതമ്മ എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ അമലോട്ട് അങ്ങോട്ടേന്ന് കൊടയെടുത്ത് ഞാൻ ഓനെ പിടിച്ചു വെച്ചിട്ടില്ല, കാരണം ഓന് പനിയാണല്ലോ. അങ്ങനെ തോർത്തൊന്ന് നോക്കി ഞാൻ വീഡിയോ എടുത്ത് നല്ല രസമാണ് കേട്ടോ മഴയത്തുള്ളി കളിക്കാൻ. അതിനുശേഷം രാത്രി അച്ഛൻ വന്നിട്ട് ഞാൻ വെച്ച് അച്ഛനൊരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാന്ന് വെച്ച് വരും. എൻ്റെ എല്ലാ പായത്തും നിന്നിരുന്ന മനുഷ്യനായിട്ട്. അപ്പം ഞാൻ കുറച്ച് സോപ്പെല്ലാം ഇട്ടിട്ട് കുറച്ച് ഓയിൽ മസാജ് ചെയ്ത് കൊടുത്തു. അച്ഛൻ്റെ തലയിൽ മൊത്തം നരയാന്ന് തോന്നുന്നു, നരയുടെ താരനുണ്ട്. അപ്പം നമ്മൾക്ക് ഓയിൽ മസാജ് ചെയ്യാം. നമ്മൾ കുറച്ച് അമൗണ്ട് ഓഫ് ഓയിൽ എടുക്കാം. പൂഞ്ചോല മാമണിക്ക് മണിമാല നല്ല രസമുണ്ടോ? ഞാനൊരു ഒരു പ്രൊഫഷണൽ മസാജറാണ് ഗായ്സ്. അച്ഛൻ ഓർക്ക് വരുന്നു ഗായ്സ്. കുറച്ച് മുടി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഓയിൽ എടുക്കണം. ഈ മുടിക്കൊരു ഷൈനിങ് തന്നെ വരുന്നുണ്ട് നിങ്ങള്. ഈ അച്ഛൻ ഇത് നോക്കിയിട്ട് എന്നെന്ത് ചെയ്യാ അറിയാ, അച്ഛൻ എന്ത് ചെയ്യാ അറിയാ, ഈ സാധനം നോക്കിയിട്ട് കുളിക്കുന്നില്ല, നാളെ കുളിക്കാൻ. റാണിയാണ് ഇങ്ങനെ കുരക്കുന്നത്. റാണി നമ്മൾ ഒച്ച പുറത്തുനിന്ന് കേട്ടുകഴിഞ്ഞാൽ ഒരേ കൊരകൊര. അപ്പോൾ ഓൻ്റെ കുരയെല്ലാം കഴിഞ്ഞ് അതുകൊണ്ടാണ് വീഡിയോയിൽ ഇത്ര ഡിസ്റ്റർബൻസ് ആയത്, സോറി. അപ്പോൾ ഇതാ നമ്മൾ മസാജ് കണ്ടിട്ട് അങ്ങോട്ടൊന്ന് ശിവോട്ട് നോക്കുന്നു. ഇതെന്നാ ഇതുവരെ കാണാതെ ഒരു കലാപരിപാടി നേച്ചിട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന. ഞാൻ വിടുക, ഞാനതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മസാജ് കണ്ടിട്ട് അച്ഛന് ഹെഡിൽ നല്ല ഒരു സുഖം കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛന് ഉറക്കല വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തക്കൂടിന് ഇത് കണ്ട് കുശുമ്പൂത്തി. അപ്പോൾ തക്കൂട് പറഞ്ഞ് അനക്കും മസാജ് ചെയ്യണം. തക്കൂട് അച്ഛനെ ആലോചന വിളിക്കുന്നത്. അതിൻ്റെ കഥ ഞാൻ പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോ പറയാം. അപ്പോൾ ആലോചന തക്കൂടിന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ എന്തിത് തക്കൂട് മസാജ് ചെയ്യാൻ വേണ്ടി നിന്ന്. തക്കൂട് ഒരു ഫുൾ ബോഡി മസാജാണ് ഉദ്ദേശിച്ചത്. ഇത് ചെയ്തതിന് ശേഷം അച്ഛൻ്റെ മേല് മൊത്തം വേദന എടുത്തത് പറഞ്ഞേ. ഓനെന്തോ ബ്ലഡെല്ലാം എടുത്തിട്ട് മുകളിലോട്ട് കയറ്റുന്നെന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അച്ഛൻ്റെ ഫേസ് നോക്കിയാട്ടെ. അപ്പൊ അടുത്ത മസാജ് തക്കുടൂനാണ്. ഇത് ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ച ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ഓയിലാണ്. ഈ സാധനം ഞാൻ മൗത്ത് വാഷാന്ന് വെച്ചിട്ട് വായിലാക്കിയൊരു കഥ വേറെയുണ്ട്, അതിൽ പറക്കാര്യം. അങ്ങനെ ഈ സാധനം അടിപൊളി കേട്ടോ. ഇത് നല്ല സുഖമുണ്ട്. ഇത് ഞാൻ ഇന്ന് മഴയത്ത് കുളിക്കുന്ന സമയത്ത് ഈ ഓയിൽ തേച്ചിട്ടാണ് കുളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എല്ലാവർക്കും ഈ തേച്ച് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. ഇന്നലെ അമലോട്ടിനും ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ടായി. ഈ ഹെയർ ഓയിൽ തേച്ചതിന് ശേഷം ലുക്ക് കാണാൻ അടിപൊളി സാധനം കേട്ടോ. ഞാൻ കാണിച്ചിട്ട് അത് കണ്ട ഇതുപോലെയുള്ളത്. അതിനുശേഷം രാത്രി ഞാനും അച്ഛൻ്റെ എൻ്റെ മകൻ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടിയിട്ട് അച്ഛൻ്റെ കളിക്കുന്ന കണ്ടിട്ട് അമ്മക്ക് കുശുമ്പായി. അപ്പോൾ അമ്മക്കും കളിക്കണം. അപ്പോൾ അമ്മയും ഞാനും കൂടി ഒരു ഡാൻസ് കളിച്ച്. അതിന് ശേഷമാണ് നമ്മളെ പിള്ളമാരെല്ലാം വന്നത്. ഫുട്ബോൾ കളീൻ്റെ കാലഘട്ടം തുടങ്ങിയില്ലേ. അപ്പോൾ വേൾഡ് കപ്പ് ചൊല്ലിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ്. എംബാപ്പേൻ്റെ ജേഴ്സി ഇട്ട് വന്ന ശംഭുവിന് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ശംഭുവിനോട് എംബാപ്പേൻ്റെ ജേഴ്സി അയക്കാൻ പറഞ്ഞു. ശംഭു ബ്രസീലാണ്, പക്ഷെ അവൻ എംബാപ്പേൻ്റെ ജേഴ്സി ഇട്ടിട്ടാണ് പറഞ്ഞു. അപ്പോൾ ശംഭു കുറേ കാര്യങ്ങളും പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അവസാനം അവനെ വെറുതെ വിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.